അതെ, ഇന്ന് നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന തെർമോക്കോൾ വെച്ച് എലിയെ ഓടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 100% സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. കൂടെ തന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്പുകൾ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യത്തെ ടിപ്പ് തക്കാളി സ്റ്റോർ ചെയ്യുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ സ്ഥലമില്ലാത്തവർക്കും സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഉള്ളവർക്കുമൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന ഒരു കുപ്പിയാണ് കേട്ടോ. ഈ കുപ്പി നമുക്ക് നടുക്ക് വെച്ച് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു കത്തി ചൂടാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിനുള്ളിലേക്ക് നമുക്ക് തക്കാളി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മുകൾ ഭാഗം കൊണ്ട് നല്ലതുപോലെ അടച്ചു വെച്ചാൽ ഫ്രിഡ്ജിൻ്റെ ഡോർ സൈഡിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വളരെ കുറച്ച് സ്ഥലം മാത്രം മതി. ഈ ഒരു രീതിയിൽ ഞാൻ സ്റ്റോർ ചെയ്തപ്പോൾ നമ്മൾ ചെറിയ ട്രേയിലൊക്കെ സ്റ്റോർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാലം തക്കാളി കേടാവാതിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് നൽകാനായിട്ട് മറക്കരുത്. ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റും. ബാക്കിയുള്ളത് ഈ ഒരു രീതിയിൽ അടച്ചു വെക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. അടുത്ത ടിപ്പ് ചെറിയ കുട്ടികളൊക്കെയുള്ള വീട്ടമ്മമാർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഭിത്തിയിൽ ഇതുപോലെ ക്രയോൺസ് വെച്ചോ പേന വെച്ചോ ഒക്കെ വരച്ച് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതിനായിട്ട് ആദ്യം നമുക്കൊരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കണം. ഇതുപോലെ ഉപയോഗിക്കാത്തൊരു പാത്രത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഡിഷ് വാഷിംഗ് ലിക്വിഡാണ്. രണ്ടും ഒരേ അളവിൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ വിനാഗിരി എടുക്കുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഈ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒന്ന് ഉരച്ച് കഴുകി നോക്കൂ. ചുമരിലുള്ള എന്ത് പാടും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. പേന കൊണ്ട് വരച്ച പാടുകൾ മാത്രമല്ല കേട്ടോ, നമ്മൾ തന്നെ അഴുക്ക കൈ ഉപയോഗിച്ച് ചുമരിൽ പിടിക്കുമ്പോൾ പാട് വീഴുമല്ലോ, അതൊക്കെ മാറാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ബെസ്റ്റാണ് കേട്ടോ. ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഉരച്ചതിന് ശേഷം ഇതുപോലെ ഉണങ്ങി ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പാട് ആ ഒരു ചുമരിൽ ഉണ്ടാവില്ല. അടുത്ത ടിപ്പ് നമ്മൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഒരു പീസ് തെർമോക്കോൾ ഉപയോഗിച്ചിട്ട് പെരിച്ചാഴിയും എലിയെയൊക്കെ ഓടിക്കാൻ പറ്റുന്ന കിടിലൻ സൂത്രമാണ് കേട്ടോ. ഇത്രയും തെർമോക്കോളൊന്നും നമുക്ക് വേണ്ട. ഇതിൽ നിന്ന് ചെറിയൊരു പീസ് മതി. ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. കൈ കൊണ്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പൊടിച്ചെടുത്താലും മതി. മിക്സിയുടെ ബ്ലേഡിനൊക്കെ മൂർച്ച കുറവാണെങ്കിൽ ഇതുപോലെ കുറച്ച് തെർമോക്കോളിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ആ ഒരു ബ്ലേഡിൻ്റെ മൂർച്ച കിട്ടും. ഇപ്പം നമ്മൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എലിയെ ആകർഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഉരുളൻകിഴങ്ങാണ്. ഇതിന് പകരം നമുക്ക് മരച്ചീനിയോ കപ്പലണ്ടിയോ ബിസ്ക്കറ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. എലിക്ക് കൊടുക്കാനുള്ള ഫുഡാണല്ലോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉരുളൻകിഴങ്ങിൻ്റെ തോലൊന്നും ഞാൻ കളയുന്നില്ല. അതോടുകൂടി തന്നെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, എടുക്കുന്ന തെർമോക്കോളിനേക്കാളും കൂടുതൽ വേണം ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട്. ഗ്രേറ്റ് ചെയ്തെടുത്ത ഉരുളൻകിഴങ്ങും ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മീനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണക്കമീൻ എടുത്ത് അതുകൂടെ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് എലിയെ ആകർഷിക്കാൻ വേണ്ടിയാണ്. ഉണക്കമീൻ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഉരുളൻകിഴങ്ങും ഉണക്കമീനും ഒക്കെ ആകുമ്പം പെട്ടെന്ന് തന്നെ എലി വന്ന് ഇത് കഴിച്ചോളും. ഉണക്കമീനും കൂടെ ചേർത്ത് മിക്സ് ചെയ്തപ്പോഴാണ് കേട്ടോ എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയത്. ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് രാത്രിയിൽ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് രാവിലെ നോക്കുമ്പം ഒരു എലി ചത്ത് കിടക്കുന്നു ണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 ടാബ്ലറ്റും കൂടെ വേണം. പാരസെറ്റമോളിൻ്റെയൊക്കെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ഉണ്ടാവുമല്ലോ, അതുകൂടി പൊടിച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ല പോലെ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം സ്ഥിരമായിട്ട് എലി വരുന്ന ഭാഗത്തൊന്ന് വെച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഞാനിത് വെച്ച് കൊടുക്കുന്നത് ചിരട്ടയിലാണ് കേട്ടോ. തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചിരട്ടയിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എലി വന്നത് കഴിച്ചോളും. ഇതുപോലെ ചിരട്ടയിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ച് കൊടുത്തിട്ട് എലി സ്ഥിരമായിട്ട് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു നോക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇതുപോലെ നമ്മൾ എലിവേഷൻ വെക്കുന്ന സമയത്ത് അടുത്തെങ്ങും വെള്ളം വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മഴയില്ലാത്ത സമയത്ത് വേണം കേട്ടോ വെക്കാനായിട്ട്. ഇതിനുള്ളിൽ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുകയില്ല.
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2-3 ടിപ്പുകളാണ് ഷെയർ ചെയ്തത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തോളൂ. വീണ്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസിലൂടെ കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സേഫ് ആയിട്ടിരിക്കും. ടേക്ക് കെയർ. ബൈ ബൈ.